ഹലോ ഗൈസ്, നമുക്കിന്ന് കുരിശുമല വരെ പോയാലോ? ട്രിവാൻഡ്രത്ത് വെള്ളറടയുള്ള കുരിശുമലയിലാണ് ഞാനും പപ്പയും കൂടി ഇന്ന് പോകാൻ പോകുന്നത്. ഞാൻ ഫിലിപ്പീൻസിലായിരുന്നപ്പോൾ നാട്ടിലെത്തുമ്പോൾ കുറച്ച് പള്ളികളിലൊക്കെ പോകാമെന്ന് നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ കുരിശുമല. ഈ കുരിശുമല 2 സമയത്താണ് തുറക്കുന്നത്. ഈസ്റ്ററിന് മുൻപ് തന്നെ ആദ്യം ഒന്ന് തുറക്കും, പിന്നെ അവർ അടച്ചിടും. പിന്നെ തുറക്കുന്നത് പെസഹ വ്യാഴം ദുഃഖവെള്ളിയും മാത്രമാണ്. ആദ്യം തുറക്കുമ്പോൾ അതിനെ 1-ാം ഘട്ട തീർത്ഥാടനം എന്നും ഈ പെസഹ വ്യാഴം ദുഃഖവെള്ളിയും തുറക്കുമ്പോൾ അതിനെ 2-ാം ഘട്ട തീർത്ഥാടനം എന്നാണ് ഇവിടെ പറയാറുള്ളത്. ഞാൻ ഫിലിപ്പീൻസിൽ നാട്ടിലെത്തിയത് ഏപ്രിൽ 9-ാം തീയതി ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ 1-ാം ഘട്ട തീർത്ഥാടനം ഏപ്രിൽ 6-ാം തീയതി ഇവിടെ കഴിഞ്ഞു. പക്ഷേ 5-ാം തീയതി എൻ്റെ പള്ളിയിൽ നിന്ന് എല്ലാവരും കൂടെ തീർത്ഥാടനത്തിന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയും വന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് ഫിലിപ്പീൻസിൽ തന്നെയായിരുന്നു. പിന്നെ ഞാൻ വന്നതിന് ശേഷം പിന്നെ പോകാനൊരു ഓപ്ഷൻ 2-ാം ഘട്ട തീർത്ഥാടനം, അതായത് പെസഹ വ്യാഴം ദുഃഖവെള്ളി, ഇതിലേതെങ്കിലും ദിവസം പോവുക. കുരിശുമല പോണതിന് മുമ്പ് തന്നെ ഞാൻ 2-3 വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു 6-ാം സ്ഥലം വരെ വണ്ടി പോകുമെന്ന്. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിലൊരു കാറ് പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ പുറകെ ഞങ്ങളും പോയി. കുറച്ച് മുകളിലോട്ട് എത്തുമ്പോൾ റോഡൊക്കെ കുറേ കല്ലൊക്കെ ഇളകി കിടക്കുന്നതാണ്. എന്നാലും നല്ല ബാലൻസ് ഉള്ളവർക്കാണെങ്കിൽ ആ കല്ലിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റും. ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇടിച്ചിരുന്നില്ലേ തറയിൽ പോകും എന്ന അവസ്ഥയിലായിരുന്നു ആ റോഡിൽ കൂടെ ഞാനും പപ്പയും പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ 6-ാം സ്ഥലത്തെത്തിയപ്പോൾ വണ്ടിയും അവിടെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഞങ്ങൾ എത്തിയ സമയം ഫുള്ള് ഇരുട്ടായിരുന്നു. പിന്നെ മുകളിലോട്ട് കയറി തുടങ്ങിയപ്പോഴായിരുന്നു കുറച്ച് വെളിച്ചമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. വഴിയിൽ ഫുള്ള് ട്യൂബ് ലൈറ്റ് വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. മുകളിൽ കുരിശിൻ്റെ അടുത്ത് എത്തും വരെ ഫുള്ള് പാറയും കല്ലും നിറഞ്ഞ വഴിയിലൂടെ ആയിരുന്നു നടക്കേണ്ടത്. ചില സ്ഥലത്തൊക്കെ പാറയിൽ സ്റ്റെപ്പ് പോലെ ഉണ്ട്, ചിലയിടത്തൊന്നും ഇല്ല. 5:30 കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കുരിശുമല പോണതിന് മുമ്പ് ഞാൻ പപ്പയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പപ്പയ്ക്ക് കയറാൻ പറ്റിയില്ലേ കയറണ്ട, പപ്പ താഴെ ഇരുന്നു, ഞാൻ മുകളിൽ കയറിയിട്ട് വരാം എന്നായിരുന്നു. പക്ഷേ കുരിശുമല എത്തിയപ്പോൾ സംഭവിച്ചത് തിരിച്ചായിരുന്നു. പപ്പ എന്നെക്കാളും ഫാസ്റ്റായിട്ട് കയറുന്നുണ്ടായിരുന്നു. എനിക്കായിരുന്നു കയറാൻ ഫുള്ള് ക്ഷീണം. കഴിഞ്ഞ വർഷം കുരിശുമല ഞാനും അമ്മയും ചേച്ചിയും ചേട്ടനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും കാല് വയ്യാത്ത അമ്മയായിരുന്നു ഫസ്റ്റ് കയറിയത്. ഒരു കുഴപ്പമില്ലാത്ത എനിക്കും ചേച്ചിക്കുമായിരുന്നു കയറാൻ വേണ്ടി പാടായിട്ട് തോന്നിയത്. പോകുന്ന വഴിക്ക് സൈഡിൽ മാതാവിൻ്റെ ഒരു ഗ്രോട്ട ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെയും കയറി. ആ ഗ്രോട്ടയിലോട്ട് കയറുന്ന നല്ല വലിയ സ്റ്റെപ്പായിരുന്നു. പിന്നെ പപ്പ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പപ്പയോട് പറഞ്ഞ് 2 ഫോട്ടോ എടുക്കാൻ. അങ്ങനെ പപ്പ ഫോട്ടോ എടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് താഴെ ഇറങ്ങി. മുകളിലോട്ട് കയറുന്തോറും സൈഡിലെല്ലാം രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല മഞ്ഞ് മൂടിക്കിടക്കുന്ന നല്ല ഒരു വ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ അധികം തിരക്കില്ലെങ്കിലും കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഓരോ സ്ഥലത്തുമ്പോൾ പപ്പ എൻ്റെ അടുത്ത് വാ നിൽക്കണ്ട, പെട്ടെന്ന് നടന്ന് മുകളിൽ കയറാം എന്ന് പറയുന്നുണ്ടായിരുന്നു. എങ്കിലും ഇത്രയും നല്ല വ്യൂ ഒക്കെ കാണുമ്പോൾ ഒന്ന് നോക്കി നിൽക്കാതെ പോകാൻ പറ്റുമോ? കുറച്ച് കയറിയപ്പോഴേക്ക് എനിക്ക് വയ്യേ പപ്പ എന്നും പറഞ്ഞായിരുന്നു ഞാനവിടെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പപ്പയ്ക്ക് വയ്യെങ്കിലും പപ്പ നടന്ന് കയറി. ക്ഷീണം വരുമ്പോൾ കുടിക്കാനായിട്ട് അമ്മ വീട്ടിൽ നിന്ന് തന്നെ ഒരു കുപ്പി മോര് കലക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുപ്പി വെള്ളം കൂടെ ആയിരുന്നു ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ക്ഷീണം വന്നിട്ടാണ് ഞാനും പപ്പേനെ പിടിച്ച് അവിടെ ഇരുത്തുന്നത്. അങ്ങനെ ഞാൻ ഓരോ സ്ഥലത്തെത്തുമ്പോൾ മോര് കുടിച്ചായിരുന്നു കയറിക്കൊണ്ടിരുന്നത്. പപ്പ ആകെ വെള്ളം കുടിച്ചത് തിരിച്ചിറങ്ങിയപ്പോൾ മാത്രമായിരുന്നു.
ഫൈനലി ഞാനും പപ്പയും ഏറ്റവും മുകളിൽ കുരിശുമുടിയുടെ അടുത്തെത്തി. പിന്നെ കുരിശിൻ്റെ പാദത്തിൽ കയറി പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ഇറച്ച പായസം വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പപ്പയുടെ അടുത്ത് അത് വേണമെന്ന് പറഞ്ഞു. പിന്നെ പപ്പ അതും വാങ്ങിച്ചു തന്നു. പിന്നെ മെഴുതിരിയും കത്തിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്നു. അവിടെ കുറേ പേര് കുരിശിൻ്റെ വഴി പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളും കയറിയ വഴിക്ക് കുരിശിൻ്റെ വഴി ഓരോ സ്ഥലം എത്തുമ്പോൾ ചൊല്ലുന്നുണ്ടായിരുന്നു. പിന്നെ മെഴുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ അപ്പുറത്തോട്ട് ഇരിക്കാൻ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു പാറയുടെ മുകളിൽ. പിന്നെ ഞാനും പപ്പ അവിടെ പോയിരുന്നു. പിന്നെ അപ്പോഴാണ് പപ്പയ്ക്ക് മോരും വെള്ളം കൊടുത്ത് പപ്പ കുടിച്ചത്. പിന്നെ ഞാനും പപ്പയും തിരിച്ച് ഇറങ്ങാൻ തുടങ്ങി. തിരിച്ച് നടന്നുകൊണ്ടിരുന്ന വഴീൻ്റെ സൈഡിൽ എന്തോ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ പപ്പ പറഞ്ഞു അവിടെ ഏതോ ഒരു ഗുഹയുണ്ട്, അവിടെ അങ്ങോട്ട് പോയി നോക്കാം. ഇറങ്ങുന്ന വഴിയിൽ നിന്ന് ഒരു സൈഡ് എടുത്ത് പോകുമ്പോഴാണ് ഈ ഗുഹയുള്ളത്. ഞാൻ പറഞ്ഞു പപ്പ അങ്ങോട്ട് പോകണ്ട, അവിടെ ആന വല്ലതും കാണും. പപ്പ ഇവിടെ ആനയൊന്നും ഇല്ലെന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി. കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നിട്ട് ഒന്നും കണ്ടില്ല. ദേ ഈ പാറ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇതായിരിക്കും പപ്പ ഗുഹ. അപ്പുറത്തെ സൈഡിൽ നോക്കിയപ്പം ഇത് ഗുഹയൊന്നുമല്ല, ഇത് വേറെ ഒരു പാറ മാത്രമായിരുന്നു ഗൈസ്. പിന്നെ ഞാനും പപ്പയും നേരെ നടന്ന് കൊണ്ടുവന്ന കപ്പലണ്ടിയും കഴിച്ചായിരുന്നു ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഗൈസ് അവസാനം എത്തിയ സ്ഥലം. അപ്പോൾ ഇതായിരിക്കണം ഗുഹ. ഇതായിരുന്നു അവിടെ എഴുതി വെച്ചിരുന്ന വിശുദ്ധ ജോർജിൻ്റെയും എസ്ത്രോണിൻ്റെയും വാസസ്ഥലമായ ഗുഹ. പിന്നെ പോയപ്പോൾ അവിടെ ഒരു ബട്ടർഫ്ലൈനെ കണ്ടപ്പോൾ ഞാൻ അതിനെ പിടിക്കാൻ വേണ്ടി നോക്കി. പിന്നെ പറ്റിയില്ല. അകത്തോട്ട് സ്ഥലമുള്ള പോലെ ഞാൻ പോകുന്നുണ്ട്, പക്ഷേ അവിടെ ഒന്നും ഇല്ലായിരുന്നു ഗൈസ്. കുറച്ച് വല മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഗുഹയെന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ത്രീ കിങ്സ് സിനിമയിലുള്ള പോലത്തെ ഗുഹയായിരിക്കുമെന്ന്. പക്ഷേ അത് പോയിട്ട് അതിൻ്റെ ഒരു അംശം പോലും അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞാനും പപ്പ അവിടെ നിന്ന് തിരിച്ച് നടന്നു. അവിടെ ഇതേപോലെ കുറേ മുള പോലത്തെ എന്തൊക്കെയോ മരങ്ങളൊക്കെ സൈഡിലുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെയൊക്കെ കാണാൻ. പിന്നെ ഞങ്ങൾ നേരെ കുരിശുമലയും തിരിച്ചിറങ്ങുന്ന വഴിയിലോട്ടെത്തി. ഒരു എടുത്ത് അടിച്ചാൽ ഇന്നൂടാ അങ്ങനെ ഇറങ്ങിയ വഴിക്ക് ഇങ്ങനെ ഒരു മണിയും കൂടെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതിൽ മണി അടിക്കുന്നുണ്ട്. ഞാനും അങ്ങനെ പോയി മണി അടിക്കാൻ പോയി. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു അവിടെ നിന്ന് മണി അടിക്കാൻ. പിന്നെയാണ് ഞാൻ 2-3 വീഡിയോയിൽ കണ്ടത്. നമ്മുടെ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ച് മണിയടിച്ചാൽ അത് സാധിക്കും, അങ്ങനെയാണ് അതിൻ്റെ പിന്നിലുള്ള വിശ്വാസം. എനിക്ക് അവിടെ വെച്ചത് അറിഞ്ഞൂടായിരുന്നു. ഇപ്പം ഞാനും പപ്പയും ഓൾമോസ്റ്റ് കുരിശുമലയിൽ താഴെ എത്താറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി. സംഗമവേദിയുടെ അവിടെ കുറേ കടകളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ വന്നപ്പോൾ എല്ലാ കടയും പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. തിരിച്ചിറങ്ങിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കടയും ഓപ്പൺ ആയിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്നാക്സാണ് തേൻ കുഴൽ. ചൂടോടെ അവിടെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്നും കുറച്ച് വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ഗായ്സ്.